ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യം രൂപീകരിച്ചതെന്ന് AAP അറിയിച്ചു. BJPയും കോൺഗ്രസും തമ്മിൽ രഹസ്യ കൂട്ടുകെട്ടുണ്ടെന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മറ്റു 15 പ്രതിപക്ഷ പാർട്ടികളും നരേന്ദ്രമോദിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെന്ന AAPയുടെ പ്രഖ്യാപനം. ഇതേ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായി ആം ആദ്മി പാർട്ടി കത്തയച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെന്നാണ് AAPയുടെ നിലപാട്. യഥാർത്ഥ സഖ്യം BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് AAP ദേശീയ വക്താവ് അനുരാഗ് ദണ്ഡ ആരോപിച്ചു. മോദിക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പകരമായി ഗാന്ധി കുടുംബം ജയിലിലേക്ക് പോകാതെ BJP സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും ആം ആദ്മി ആരോപിക്കുന്നു. വരാനിരിക്കുന്ന ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംവിധാനമാണെന്നും പ്രധാന വിഷയങ്ങളിൽ ഐക്യത്തോടെ നീങ്ങുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. സംസ്ഥാനം ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം ഒന്നിച്ച നിലപാടെടുക്കാറുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ഒപ്പിട്ടിരിക്കുന്നതാണ്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ നേതാക്കന്മാരുടെ ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് തന്നെ AAP ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലുന്നതായി വ്യക്തമായിരുന്നു. 24 ഡൽഹി.